CPM ബന്ധം ഉപേക്ഷിച്ച ഐഷ പോറ്റി കോൺഗ്രസിലെത്തും മുൻപ് BJPയുമായി ചർച്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച് പ്രാദേശിക നേതൃത്വം. ഐഷ പോറ്റി ആവശ്യപ്പെട്ട പദവികൾ നൽകാനാവില്ല എന്ന് അറിയിച്ചതുകൊണ്ടാണ് BJP പ്രവേശനം നടക്കാതെ പോയത്. പദവികൾ ആവശ്യപ്പെടുന്നവർക്ക് എല്ലാം അവസരം നൽകാനാകില്ലെന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുത്തുവെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് ന്യൂസ് 18നോട് വ്യക്തമാക്കി. LDFിൽ നിന്നും UDFിൽ നിന്നും നിരവധി നേതാക്കന്മാരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയോട് ചേർന്നിട്ടുള്ളത്. ചർച്ച സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അവർ കോൺഗ്രസ് ഓപ്റ്റ് ചെയ്തു? കോൺഗ്രസ് ഓപ്റ്റ് ചെയ്ത് എന്താ അവരുടെ ചിലപ്പോൾ ഡിമാൻഡുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കാം. അവർക്ക് അധികാരം മോഹിച്ചു വരുന്നവർക്കെല്ലാം അതെന്താ നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ BJP കൊടുക്കാൻ സാധിക്കും. എന്നാൽ ആരോപണം നിഷേധിച്ച ഐഷ പോറ്റി BJPയിൽ നിന്നും തനിക്ക് ഇങ്ങോട്ടാണ് ക്ഷണമുണ്ടായതെന്ന് വ്യക്തമാക്കി. പാർട്ടി വിട്ടതിന്റെ പേരിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണിപ്പോൾ CPM ശ്രമമെന്നും അവർ ആരോപിച്ചു. സകല പാർട്ടിക്കാരും BJP, കോൺഗ്രസ് തുടങ്ങി വേറെ ചെറിയ പാർട്ടികൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തിലെ പോലും ചില പാർട്ടികൾ ഉൾപ്പെടെ എന്നോട് പൊതുമണ്ഡലത്തിൽ നിന്ന് മാറരുത്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വരണമെന്ന് ഇവരെല്ലാവരും എന്നെ വിളിച്ചതാണ്. കോൺഗ്രസിന്റെ കൂട്ടി ചേരാനായിട്ട് തീരുമാനമെടുത്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ എങ്ങും പോയി ചേരാൻ ഞാൻ ആലോചിച്ചില്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളതേ ഉള്ളൂ. ആരോപണങ്ങൾ എങ്ങനെ വേണേലും ഉന്നയിച്ചോളൂ. ഒരാൾ മാറിയാൽ അവരെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാമെന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ കാണുന്നത്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. സ്ത്രീകളെ പരിഗണിക്കുന്നവരാണെന്ന് പറയുന്ന ഇന്നത്തെ ഇടതുപക്ഷ പാർട്ടി CPIM സ്ത്രീകളെ ഇത്രയേ അവഹേളിക്കുന്ന ഒരു പാർട്ടി വേറെയില്ല. ഐഷ പോറ്റിക്കെതിരെ സമാനമായ ആരോപണം ഇടത് സ്ഥാനാർത്ഥി ധനമന്ത്രി KN ബാലഗോപാലും ഉന്നയിച്ചു. എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത നിലപാട് ആരെങ്കിലും എടുത്താൽ ജനങ്ങളത് കണ്ടെത്തി അതിനെപ്പറ്റിയുള്ള അഭിപ്രായം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറച്ച വാക്കുകളും വിശ്വാസവും നിലപാടുകളും. ആ നിലപാടുകളിൽ പുറത്ത് നിന്ന് ചിന്തിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ജനങ്ങളെ നോക്കും. അവനവന്റെ സൗകര്യമല്ല രാഷ്ട്രീയം. നാടിന്റെ നിലപാടുകളും വികസനവും പൊതുവായ അന്തരീക്ഷവുമാണ്. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, UDF ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാരണം നിസ്സാരക്കാരനായ ഒരു നേതാവല്ല, UDFന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് കൊട്ടാരക്കരയിലെ ഐഷ പോറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉയരുമ്പോൾ കോൺഗ്രസ് അതിനെ ഏത് രീതിയിലായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക? CPM അവഗണിച്ചു, അതുകൊണ്ട് CPM വിട്ടു എന്നാണ് ഐഷ പോറ്റി ആദ്യഘട്ടം മുതൽ വ്യക്തമാക്കുന്നത്. എന്നാൽ 3 തവണ MLA, ഒരു ടേം 5 വർഷം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ, ഇത്രയും നൽകിയ ശേഷവും CPM വിട്ടു പോകാനുള്ള കാരണം അധികാരമോഹം എന്ന വിമർശനം ആദ്യഘട്ടത്തിൽ CPM ഉന്നയിച്ചിരുന്നു. ഐഷ പോറ്റി കൊട്ടാരക്കര മത്സരിക്കുമ്പോൾ CPM നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചത് ആദ്യം BJPയുമായി ചർച്ച നടത്തിയിരുന്നു. അവിടെ ഡീൽ ശരിയാകാത്തത് കൊണ്ടാണ് കോൺഗ്രസിലേക്ക് പോയതെന്നാണ്. ആ ആരോപണം ശരിവയ്ക്കുന്നൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ BJPയുടെ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. BJPയുമായി ചർച്ച നടത്തി ഐഷ പോറ്റിയുടെ ആവശ്യം, അവരുടെ ഡിമാൻഡ് അംഗീകരിക്കാൻ പാർട്ടി കഴിയുമായിരുന്നു. അതായത് പാർട്ടിക്ക് നൽകാൻ കഴിയുന്ന വലിയ പദവിയാണ് അവർ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ചർച്ച വഴിമുട്ടുകയും അവർ പിന്നീട് കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തത്. കാലുമാറ്റ രാഷ്ട്രീയമാണ് ഏറ്റവും അധികം കൊട്ടാരക്കരയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി CPMന്റെ പ്രധാനപ്പെട്ട നേതാവും MLAയുമായിരുന്നു. 3 തവണ തുടർച്ചയായ 3 തവണ കൊട്ടാരക്കരയിൽ MLA ആയ ആളാണ്. അവരാണ് ഇപ്പോൾ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയാകട്ടെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച രശ്മിയാണ്. അങ്ങനെ 2 സ്ഥാനാർത്ഥികളും കാലുമാറ്റ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്ന വിമർശനമാണ് CPM ഇടതുമുന്നണിയും ഉന്നയിക്കുന്നത്. ഇപ്പോൾ BJPയിൽ അവർ ആവശ്യപ്പെട്ട പദവി ലഭിക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസിലേക്ക് പോയതെന്നത് ഐഷ പോറ്റിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. മാത്രമല്ല അവിടെ കോൺഗ്രസ് ക്യാമ്പിനെയും അത് പ്രതിരോധത്തിലാക്കും. ഐഷ പോറ്റിയെ അവഗണിച്ചതും, സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അവഗണിച്ചു, അവരെ ഒതുക്കാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് അവർ പാർട്ടി വിട്ടതെന്നാണ് ഐഷ പോറ്റിയും കോൺഗ്രസും പറയുന്നത്. അപ്പോൾ അങ്ങനെ അതുമാത്രമല്ല, അവർക്ക് അവർ പല പദവികളും ആഗ്രഹിച്ചു, ആ പദവികൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണെന്ന ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ BJPയുടെ ഭാഗത്തു കൂടി ഉണ്ടാകുന്നു. കോൺഗ്രസിലേക്ക് എത്തുന്നതിന് മുമ്പ് ആശയപരമായി കുറച്ചുകൂടി ചേർന്ന് നിൽക്കാൻ CPM കഴിഞ്ഞാൽ പിന്നീട് എത്താൻ പറ്റിയ പ്രസ്ഥാനം എന്ന നിലയിൽ കൂടിയാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നതെന്ന് അവർ അവകാശപ്പെടുമ്പോഴും അങ്ങനെയല്ല. BJP ക്യാമ്പിനെയും അവർ സമീപിച്ചിരുന്നു, BJP ക്യാമ്പുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ ആഗ്രഹിച്ച പദവി നൽകാൻ BJP തയ്യാറായില്ല
അതുകൊണ്ടാണ് അവർ കോൺഗ്രസിലേക്ക് പോയത്. രണ്ടാം ഓപ്ഷനായാണ് കോൺഗ്രസിനെ ഐഷ പോറ്റി തിരഞ്ഞെടുത്തെന്ന ഒരു വെളിപ്പെടുത്തൽ. അത് ഐഷ പോറ്റി നിഷേധിക്കുന്നെങ്കിൽ പോലും അത് BJP നേതാക്കൾ നേരത്തെയും പറഞ്ഞതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർ അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നു. ന്യൂസ്18ന്റെ വോട്ട് ചർച്ചയിലാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ഇന്നലെ കൊട്ടാരക്കര വെച്ച് നടത്തിയത്. അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. CPMന് ഒരു ആയുധമായി മാറാവുന്നൊരു വെളിപ്പെടുത്തൽ കൂടിയായത് മാറുകയാണ്. അനിശ്ചിതം. ശരി, VV അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.